സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോഷയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ക്രോഷയുടെ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങളെ കാണിക്കാം. ഇതാണ് ക്രോഷയുടെ ത്രെഡ്, ഇതാണ് അതിൻ്റെ എൻഡ്, ഇതാണ് അതിൻ്റെ ത്രെഡ്. സോ ഗൈസ്, പിന്നെ അതിന് വേണ്ട ഒരു ഹുക്കാണ്. ഇവിടുത്തെ ഹുക്ക് മിസ്സിങ് ആണെന്ന് വിചാരിക്കും. അല്ല ഗൈസ്, ഇത് ഞാൻ പുറത്ത് വെച്ചതാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, 3.5 mm. സോ ഗൈസ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സിസേഴ്സാണ്. സോ ഈ വീഡിയോയിൽ സിസേഴ്സ് വേണ്ട, പക്ഷെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് സിസേഴ്സ് വേണം. സോ നമ്മളിതെങ്ങനെ പിടിക്കുന്നതെന്ന് കാണാം നമുക്ക്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തോ ചെയ്യണ്ടേ, നമുക്ക് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കണം. ഇതെങ്ങനെ പിടിക്കുന്നതെന്ന് പഠിക്കണം. ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ഗൈസ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല, എന്നാലും നമുക്ക് ചെയ്യാം. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് പിടിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത് പഠിക്കാം. സോ ഗൈസ്, നമ്മൾ വേണ്ട ഈ കൈയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുണ്ടോ ഈ ഹുക്ക്, ഞാൻ പിടിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു നൈഫ് പിടിക്കുന്ന പോലെ. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ പിടിക്കുന്നത്. തമ്പ് എൻ്റെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇങ്ങനെയാണ് പിടിക്കുന്നത്. പിന്നെ ഈ നൂലിതുണ്ട്, ഞാൻ ഇത് ഇച്ചിരി വലിക്കണം, എന്നാലും നമുക്കെല്ലാം ശരിയാവും. സോ ഇതിങ്ങനെ കറക്കി ഇതാണ് അതിൻ്റെ അറ്റം. സോ ഇങ്ങനെ കറക്കണം. പക്ഷെ പിടിക്കുന്നതിന് മുന്നേ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യണം, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. സോ പിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ കറക്കി ഇങ്ങനെ പിടിക്കണം. സോ ബാക്കി നമ്മളിങ്ങനെ ചെയ്തു പോകും. ഇതുണ്ട്, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ കറക്കി ഇങ്ങനെ പിടിക്കണം. കണ്ടോ, ഇങ്ങനെ വരും. കണ്ടോ. സോ നമ്മൾ ചെയ്യുന്ന നൂല് ഇവിടെ ആയിരിക്കും, താഴെ ആയിരിക്കും വരുന്നത്. സോ ഗൈസ്, പിന്നെ ബാക്കി മേളിൽ വരും. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യാൻ നമുക്ക് ശരിയാവത്തില്ല. സോ സ്ലിപ്പ് നോട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൂലെടുക്കണം. സോ ഈ നൂല് ഇതിങ്ങനെ വെച്ച് ക്രോസ് ചെയ്യണം. സോ കിട്ടി, ഫസ്റ്റ് ക്രോസ്. ഇവിടെ ഒരു എക്സ് പോലെ ഇതുണ്ട്, ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് ഇനി അടുത്തത് അടുത്തത് എടുക്കണം. അടുത്ത ഈ ത്രെഡ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ബാക്കിലത്തെ ഫ്രണ്ടിലോട്ടാക്കി ഇതേ അപ്പോൾ ഇങ്ങനെ ഒലിക്കും പോകും. അത് വരുന്നില്ലെങ്കിൽ അത് സ്ലിപ്പ് നോട്ട് ആവില്ല. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം മനസ്സിലാവാത്തവർക്ക്. ഇങ്ങനെ എടുത്തു, ക്രോസ് ചെയ്തു, ഇങ്ങനെ എടുത്തു, ഇത് രണ്ടും പിടിച്ചു, ഇതിങ്ങനെ വെച്ചു, സ്ലിപ്പ് നോട്ടായി. കണ്ടോ, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം, ചിലർക്ക് കൺഫ്യൂഷനാണ്. ഇങ്ങനെ എടുത്തു, ഇത് ക്രോസ് ചെയ്തു, അടുത്തത് കൊണ്ടുവന്നു, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാക്കി, സ്ലിപ്പ് നോട്ടായി. സോ ഗൈസ്, ഞാൻ സ്ലിപ്പ് നോട്ട് നിങ്ങളെ കാണിച്ചു. ഞാൻ അടുത്തത് നമുക്ക് പിടിക്കുന്ന കാണാം. ഓക്കെ, ഹൗ ടു ഹോൾഡ് യുവർ യാൺ. സോ ഗൈസ്, ഞാനത് ചെയ്തിട്ട് വരാം, എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ നിങ്ങളെ നേരത്തെ പഠിപ്പിച്ചു തന്നാൽ ഒന്നുകൂടെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കൈ ഇങ്ങനെ പിടിക്കണം. സോ നൈഫ് പിടിക്കുന്ന പോലെ. നിങ്ങൾ നൈഫ് ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത്, അപ്പോൾ ഇതുപോലെ പിടിക്കണം. അല്ല, നിങ്ങൾക്കിത് അൺകംഫർട്ടബിളാണ്, പെൻസിൽ പിടിക്കുന്ന പോലെ പിടിക്കണം. കണ്ടോ, ഇങ്ങനെ പിടിക്കണം, പെൻസിൽ പിടിക്കുന്ന പോലെ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിത് അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നൈഫ് പിടിക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ യാൺ ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ചു. സ്ലിപ്പ് നോട്ട് ഇല്ലാന്നല്ലോ നേരത്തെ. സോ അതുകൊണ്ട് അത് ശരിക്കും മനസ്സിലായി കാണില്ല, എന്നാലും ഒന്നുകൂടെ ചെയ്താൽ. ഈ യാൺ ഇവിടെ വരണം, സ്ലിപ്പ് നോട്ട് താഴെ ആവണം, അതിങ്ങനെ വെക്കണം, ഇതാവണം. അതിന് നിങ്ങൾക്ക് ഇത് കിട്ടുമായിരിക്കും. അതിത് ഇച്ചിരി ഇച്ചിരി ചെറുതാക്കണം. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് എങ്ങനെയാണ് ഒരു ചെയിൻ ഉണ്ടാക്കുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ ഗൈസ്, ചെയിൻ ഉണ്ടാക്കാൻ പഠിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ചെയിൻ ഉണ്ടാക്കാൻ പഠിക്കുകയാണ്. നമ്മളിത് ഇത്രയും ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഇത് ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ ഇത് കണ്ടോണം. ഇത് ഞാൻ ഒത്തിരി ടൈറ്റായിട്ട് വലിച്ചപ്പം നോക്കിക്കോ, കയറില്ല. സോ ഗൈസ്, ഒത്തിരി ടൈറ്റായിട്ട് വലിക്കുകയാണെങ്കിൽ അത് കയറില്ല. അതാണ് മെയിൻ പ്രശ്നം.
പിന്നെ രണ്ടാമത്തെ മെയിൻ പ്രശ്നം തെറ്റുന്നത് ഒത്തിരി ലൂസായി ഇതിങ്ങനെ വന്ന് ഇതുണ്ട് നിങ്ങൾ ചെയിൻ വല്ലാതെ ലൂസാവും. അതാണ് സെക്കൻഡ് പ്രോബ്ലം. സോ നിങ്ങളിത് രണ്ടും ആവാതെ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ പിടിക്കുക. സോ യാൺ ഓവർ ആൻഡ് പുൾ ഇറ്റ് ത്രൂ ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് എന്തായി അത് പോയി. മനസ്സിലായോ? സോ ഗൈസ് അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് പോകും. സോ അതുകൊണ്ട് ഈ ഇവിടെ പിടിക്കുക, യാൺ ഓവർ ആൻഡ് പുൾ ഇറ്റ് ത്രൂ. ഓക്കെ, നോക്കണം നിങ്ങൾ യാൺ ഓവർ ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് ഇതിൽ കൂടെ കയറ്റണം. സോ യാൺ ഓവർ പുൾ ഇറ്റ് ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ഇറ്റ് ത്രൂ. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് ഒരു 10 എണ്ണം ഉണ്ടാക്കിയിട്ടോ കേട്ടോ. ഗൈസ് ഞാൻ 10 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 10 അല്ല 9 എണ്ണമാണ് ഉണ്ടാക്കിയത്. ഞാൻ അറിയാം 10 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. യാൺ ഓവർ ആൻഡ് പുൾ ഇറ്റ് ത്രൂ. സോ ഗൈസ് നമ്മുടെ 10 എണ്ണം ഉണ്ടാക്കി. സോ ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാം. സോ ഗൈസ് അടുത്ത വീഡിയോയിൽ അയച്ചു തരാം. ഓക്കെ, ബൈ.